പക അത് വീഴ്ത്താനുള്ളതാണ്. ഏകദേശം ഇതുപോലത്തെ ഒരുപാട് ഡയലോഗുകൾ, അല്ലെങ്കിൽ ഇതിനർത്ഥം വരുന്ന ഒരുപാട് ഡയലോഗുകൾ നമ്മൾ ഒരുപാട് സിനിമകളിലും കഥകളിലുമെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഒരു അർത്ഥത്തിന് 100% നീതി പുലർത്തിയ ഒരാളായിരുന്നു 17-ാം ദിവസത്തിലെ ഭീമസേനൻ. യുധിഷ്ഠിരനുമായിട്ടുള്ള സംഭാഷണത്തിന് ശേഷം അർജുനൻ കർണവധം ഉറപ്പിച്ചു വന്ന സമയം എല്ലാവരും വിചാരിച്ചത് കർണനും അർജുനനും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ആ ദിവസം അവിടെ ഇറങ്ങേറാൻ പോകുന്നതിലേക്ക് വെച്ച് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒന്നെന്ന് ആയിരുന്നു. പക്ഷെ അതിനു മുമ്പ് കൗരവരെ പിടിച്ചു കുലുക്കി അവരുടെ മഹാരഥന്മാരെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു കാഴ്ച കുരുക്ഷേത്ര ഭൂമി കണ്ടു. കുരുക്ഷേത്ര ഭൂമിയിൽ 17-ാം ദിവസം എന്തെല്ലാം സംഭവിച്ചു നമുക്ക് നോക്കാം. കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 35-ാമത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. അവിടെ അർജുനൻ സംശപ്തകന്മാരെ പഞ്ഞിക്കിട്ടുകൊണ്ട് കാലപുരിയിലേക്ക് അയച്ചുകൊണ്ടിരുന്ന സമയം ഇവിടെ പാണ്ഡവപക്ഷത്തിലെയും കൗരവപക്ഷത്തിലെയും മുൻനിര മഹാരഥന്മാർ ഏറ്റുമുട്ടുകയായിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ കർണൻ ഭീമസേനനെയും ഭീമസേനൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈന്യത്തിനെയും ചെറുത്തു നിർത്തുകയാണ്. ഈ സമയത്ത് യുധിഷ്ഠിരൻ നോക്കിയത് കൃപാചാര്യരെ. ധർമ്മമറിയുന്ന രണ്ടുപേർ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്നായിരിക്കാം യുധിഷ്ഠിരൻ പാഞ്ഞെടുത്ത് കൃപാചാര്യരെ ആക്രമിക്കാൻ പോയി. പക്ഷേ യുധിഷ്ഠിരൻ്റെ ദേഹം നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. ആ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണ് യുധിഷ്ഠിരൻ കൃപാചാര്യരെ ആക്രമിക്കാനായി പോകുന്നത്. എന്നാൽ ആ സമയം യുധിഷ്ഠിരൻ്റെ രഥത്തിന് മുന്നിൽ മറ്റൊരു രഥം വട്ടം വെച്ച് കയറി നിന്നു. ആ രഥം വട്ടം വെച്ച് കയറി നിന്നത് കണ്ടുടനെ സാമ്രാട്ടിനെ സംരക്ഷിക്കുവാനായി ഉപപാണ്ഡവരും സാത്യകിയും എത്തി. അങ്ങനെ ആരാണ് ആ രഥത്തിൽ ഉണ്ടായിരുന്നത്? ആ രഥത്തിൻ്റെ കുടിയടയാളം ഞാൻ നിങ്ങളോട് പറയാം. സിംഹത്തിൻ്റെ വാലായിരുന്നു ആ ഒരു രഥത്തിൻ്റെ കുടിയടയാളം. സാക്ഷാൽ അശ്വത്ഥാമാവാണ് വന്നത്. അങ്ങനെ യുധിഷ്ഠിരനും അശ്വത്ഥാമാവിനും ഈ യുധിഷ്ഠിരൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും കൂടെയായിട്ട് കുറച്ചു നേരം ഒരു പോരാട്ടമുണ്ടായിരുന്നു. പക്ഷേ ആര് വന്നിട്ട് എന്ത് കാര്യം? അശ്വത്ഥാമാവല്ലേ നിൽക്കുന്നത്. യുധിഷ്ഠിരന് നിർവാഹമില്ലാതെ ആ യുദ്ധഭൂമിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അങ്ങനെ അശ്വത്ഥാമാവിൽ നിന്ന് യുധിഷ്ഠിരൻ ഓടി. ഈ സമയം കർണൻ പാണ്ഡവപക്ഷത്തിലുള്ള ചേതിയെയും സൃഞ്ജയരെയും കയറി അസ്ത്രങ്ങളെ ഇത് ആക്രമിച്ചു. എന്നിട്ട് ഭീമനെ നോക്കി ചിരിച്ചു. ഭീമൻ ഇത് കണ്ടിട്ട് കർണൻ്റെ അടുത്തോട്ട് പോകാതെ കർണനെ അവോയ്ഡ് ചെയ്തിട്ട് കർണൻ എന്ത് ചെയ്തോ അത് തിരിച്ച് ഭീമൻ കർണനോട് ചെയ്തു. എന്താണ്? കർണൻ തൻ്റെ സൈന്യത്തിലുള്ള ആളുകളെയല്ലേ വധിച്ചത്. ഭീമൻ കർണൻ്റെ സൈന്യത്തിലുള്ള ആളുകളെ മുടിക്കാൻ തുടങ്ങി. അന്നത്തെ ദിവസം 3 പേരാണ് രക്തപ്പുഴകൾ ഒഴുക്കിയത്. ഒന്ന് അർജുനൻ സംശപ്തകന്മാരെ മുടിച്ചുകൊണ്ട്, മറ്റൊന്ന് കർണൻ ഈ ഒരു സൃഞ്ജയരെയും പാഞ്ചാലരെയും മുടിച്ചുകൊണ്ട്, അതുപോലെ ഭീമസേനൻ കൗരവപ്പടയെ മുടിച്ചുകൊണ്ട്. ഈ 3 പേരും അന്ന് അതിഭയാനകമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നൻ്റെ ആക്രമണത്തിൽ ദുര്യോധനൻ്റെ ജീവനൊരാപത്തുണ്ടായി എന്ന് മനസ്സിലാക്കിയ കർണൻ സാത്യകിയെ പരാജയപ്പെടുത്തിയതിനു ശേഷം അവിടെ ചെന്ന് ദൃഷ്ടദ്യുമ്നനുമായി പോരാടി. എന്നാൽ ദൃഷ്ടദ്യുമ്നനുമായി പോരാടിക്കൊണ്ടിരുന്ന ഈ ഒരു സമയമുണ്ടല്ലോ, ഈ സമയം സർവനാശം സംഭവിച്ചത് ആ ഭാഗത്തുണ്ടായിരുന്ന പാണ്ഡവപ്പടയ്ക്കായിരുന്നു. അവിടെ ഗജങ്ങൾ ചിഹ്നം വിളിച്ചു തുടങ്ങി ഭയത്തിൻ്റെ പുറത്ത്. കർണൻ്റെ അസ്ത്രങ്ങളിൽ കൊണ്ട് ഗജങ്ങൾ അവിടെ നിന്ന് ഓടുന്നു, ഗജങ്ങൾ ചരിഞ്ഞു വീഴുന്നു. ആയിരക്കണക്കിന് യോദ്ധാക്കളെ കർണൻ അസ്ത്രമെയ്ത് വീഴ്ത്തി. കർണൻ്റെ രഥം കയറി ചുറ്റിത്തിരിഞ്ഞ് കറങ്ങുന്നതിനനുസരിച്ച് കർണൻ അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ധീരന്മാരെയും വീരന്മാരെയും പോരിൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. കർണൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് അവിടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്ന സമയം ഗജങ്ങൾ ഭയന്ന് നാനാ ദിശകളിലോട്ട് ഓടാനൊരുങ്ങി. ഈ സമയമാകട്ടെ കർണൻ ഒറ്റയ്ക്ക് അവിടെ നിന്നുകൊണ്ട് ഛേദീദേശത്തെയും പാഞ്ചാലദേശത്തെയും സൈന്യങ്ങളെ എത്രയും മുടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. പാണ്ഡവ പടയെ തകർത്തുകൊണ്ടുമിരിക്കുന്നു. എന്നിട്ട് കർണൻ പാഞ്ഞെടുത്തത് യുധിഷ്ഠിരൻ, ദൃഷ്ടദ്യുമ്നൻ, സാത്യകി, അങ്ങനെ പാണ്ഡവപ്പടയിലുള്ള മുൻനിര മഹാരഥന്മാരുമായി പോരാടാനാണ്. യുധിഷ്ഠിരൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ യുധിഷ്ഠിരനെ സംരക്ഷിക്കാനായിട്ട് വരുന്നതാണ്. ഇവരെല്ലാവരും കൂടെ യുധിഷ്ഠിരനെ സംരക്ഷിക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ള കൗരവപ്പടയെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഭീമസേനനാണ്. എന്നും പറഞ്ഞ് ഭീമൻ അവിടെ നിന്നുകൊണ്ട് കേകയന്മാരെയും മാതൃദേശത്തെ സൈനികരെയും അതുപോലെ തന്നെ കൗരവ പടയാളികളെയും അത്രയും തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഭീമൻ. ഈ സമയം അർജുനൻ സംശപ്തകരെ മെജോറിറ്റി ആളുകളെയും തീർത്തു. അവസാനം അവശേഷിക്കുന്ന കുറേ പേര് അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയം അർജുനൻ നോക്കിയപ്പോഴത്തേക്കും അവിടെ കർണൻ്റെ കൊടി ഇങ്ങനെ പറക്കുന്നത് കണ്ടു, രഥം ഇങ്ങനെ പോകുന്നത്. ഇത് കണ്ട ഉടനെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കർണൻ, ബുദ്ധിമാനായ കർണൻ്റെ കൊടിയാണ് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർണൻ അവിടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയേ മതിയാവുള്ളൂ. അങ്ങ് ക്ഷീണിതനല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം, ക്ഷീണിതനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അങ്ങേരെ ഇഷ്ടം പോലെ പോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് കൃഷ്ണൻ ഒന്ന് ചിരിച്ച്, ഞാൻ ക്ഷീണിതനെങ്കിലെന്നോ എന്നും പറഞ്ഞിങ്ങനെ ചിരിച്ച്. എന്നിട്ട് കൃഷ്ണൻ അട്ടഹസിച്ച് ചിരിച്ചിട്ട് പറഞ്ഞ്, ശരി ശരി, നീ കൗരവ പടയാളികളെ തീർക്ക് എന്നും പറഞ്ഞ് രഥം തെളിച്ച് കൃഷ്ണൻ അങ്ങോട്ട് കൊണ്ടുപോയി.
അങ്ങനെ അർജുനൻ 10,000 ക്ഷത്രിയരെയും വധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയം കർണൻ ദൃഷ്ടദ്യുമ്നനുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദൃഷ്ടദ്യുമ്നനും കർണനും തമ്മിലുള്ള പോരാട്ടത്തിൽ അധിക നേരമൊന്നും ദൃഷ്ടദ്യുമ്നന് കർണൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. കർണൻ ദൃഷ്ടദ്യുമ്നനെ അസ്ത്രങ്ങൾ കൊണ്ടിങ്ങനെ മേഞ്ഞുകൊണ്ടിരുന്ന സമയം സാത്യകി പാഞ്ഞു കയറി വന്നു ദൃഷ്ടദ്യുമ്നനെ രക്ഷിക്കാൻ. എന്നിട്ട് ഇവർക്കിടയിൽ ഒരു പോരാട്ടം ഉണ്ടായി. ഈ പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് കർണനും സാത്യകിയും പോരാടുമ്പോൾ അത് നല്ല രസമാണ് കണ്ടിരിക്കുക. കാരണം അസ്ത്രങ്ങൾ കൊണ്ട് ആകാശം മുഴുവനും മൂടും. അങ്ങനെ ഇവർ പോരാടി തുടങ്ങി. ഈ ഒരു പോരാട്ടത്തിന് ശേഷം കർണൻ പാണ്ഡവ പക്ഷത്തിലുള്ള ധീരന്മാരായിട്ടുള്ള മുൻനിര യോദ്ധാക്കളുണ്ടല്ലോ, യുധാമന്യു, ഉത്തമൗജസ്, അവരൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് കർണൻ സിംഗിൾ ഹാൻഡഡ്ലി പോരാടുന്നുണ്ട്. ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, ഇവരൊക്കെ ആയിട്ട് കർണൻ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അർജുനൻ അവിടെ അശ്വത്ഥാമാവുമായിട്ടൊരു പോരാട്ടം നടക്കുന്നുണ്ട് കേട്ടോ. അർജുനൻ്റെ ഈ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിൽ അർജുനൻ ഇങ്ങനെ പതുക്കെ പോരാടുന്നത് കണ്ടിട്ട് കൃഷ്ണൻ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തുവാ കാണിക്കുന്നത്? കയ്യിൽ ഗാന്ധീവല്ലേ വെച്ചേക്കുന്നത്, അവനെ പെട്ടെന്ന് തീർത്തുവിടെന്ന് പറഞ്ഞു. കാരണം കൃഷ്ണൻ അറിയാം അശ്വത്ഥാമാവിനെ വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന്. അങ്ങനെ അർജുനൻ തുരുതുര അസ്ത്രങ്ങൾ ചെയ്ത് അശ്വത്ഥാമാവിൻ്റെ രഥത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ അതിലോട്ടൊക്കെ അസ്ത്രങ്ങൾ ചെയ്ത്, എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതിലോട്ടൊക്കെ അസ്ത്രങ്ങൾ ചെയ്ത് അർജുനൻ തകർത്ത് വിട്ടായിരുന്നു. അവിടെ നിന്ന് അശ്വത്ഥാമാവിന് പോവേണ്ടിയും വന്നു. ഈ സമയം കർണൻ അവിടെയുള്ളവരെയൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന സമയം കർണൻ്റെ മനസ്സിലൊരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അർജുനനുമായിട്ടുള്ള ദ്വന്ദ്വയുദ്ധം. അതിനുവേണ്ടി കർണൻ തയ്യാറായി എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, കൃഷ്ണ, യുധിഷ്ഠിരൻ ജ്യേഷ്ഠനെ ലക്ഷ്യം വെച്ചാണ് കർണൻ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ യുധിഷ്ഠിരൻ ജ്യേഷ്ഠനെ ഒരുപാട് കർണൻ ഇതിനോടകം വെച്ച് ഉപദ്രവിച്ചു കഴിഞ്ഞു. അതുപോലെ സ്ഥൂണാകരണം, ഇന്ദ്രജാലം, പാശുപതം ദ്രോണരുടെ കയ്യിലുണ്ടായിരുന്ന പാശുപതം കേട്ടോ, അല്ലാതെ മഹാപാശുപതം അല്ല. അത് അർജുനൻ്റെ കയ്യിലേ ഉള്ളൂ, മഹാദേവൻ്റെ നിന്ന് മേടിച്ചേ. അപ്പോൾ ഇത് പാശുപതം എന്ന് പറഞ്ഞൊരസ്ത്രം. ഈ 3 ദിവ്യാസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ കർണനെടുത്ത് യുധിഷ്ഠിരന് നേരെ പ്രയോഗിച്ചെന്നൊക്കെ വരാം. അവിടെ എല്ലാവരെയും കർണൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണൻ അവിടെ നല്ലൊരു ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നിൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനായിട്ടുള്ള ഭീമസേനനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ദോ കണ്ടോ, ഭീമസേനൻ അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാ പടയാളികളെയും തകർത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്, ഗജസൈന്യത്തിനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീമൻ ഉണ്ടാക്കിയ ഭയത്തെ തുടർന്ന് ധാർതരാഷ്ട്രന്മാരുടെ 3 അക്ഷൗഹിണി പടയാണ് ഭീമനെ ആക്രമിക്കാൻ വന്നത്. അവിടെ നിന്നുകൊണ്ട് ഭീമൻ ആ ഒരു 3 അക്ഷൗഹിണി പടയും പോരാടി അവരെ നാനാ ദിശകളിലോട്ട് പേടിപ്പിച്ച് ഓടിച്ചിരിക്കുകയാണ്. ഭീമൻ ചെയ്തത് ചില്ലറ കാര്യമൊന്നുമല്ല. ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഇനി സമയം വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് കർണനെ വധിച്ചാലും, എത്രയും പെട്ടെന്ന് കർണനെ വധിച്ച് ഇതിനൊരു അറുതി വരുത്തിയാലും അർജുന എന്ന് പറഞ്ഞു. നീ ആരാണെന്ന് ഓർത്താലും, നീ ആരാണ്, നീ യഥാർത്ഥത്തിൽ ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്താലും ഇനി സമയം വൈകിക്കരുത്, പെട്ടെന്ന് കർണനെ വധിക്കണം എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. ഈ സമയം ഭീമസേനനെ കണ്ട കർണന് ഒരുപാട് ക്രോധമുണ്ടായി. ക്രോധത്തോടുകൂടി ഭീമസേനനെ കർണൻ ആക്രമിക്കാൻ പോയി. കാരണം എന്താണ്? ഭീമനാണ് തൻ്റെ പടയെ പേടിപ്പിച്ചോടിക്കുന്നത്. അങ്ങനെ ഭീമനെ ആക്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ കർണൻ ധൈര്യം കൊടുത്തുകൊണ്ട് തൻ്റെ സൈന്യത്തിനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഭീമനെ മാത്രമല്ല കർണൻ ആക്രമിച്ചത്, കർണൻ തൻ്റെ ധനുസുയർത്തി പാണ്ഡവ പക്ഷത്തിലുള്ള മുൻനിര യോദ്ധാക്കളായിട്ടുള്ള ഭീമൻ, സാത്യകി, ഉപപാണ്ഡവർ, ദൃഷ്ടദ്യുമ്നൻ, ഇവരെ എല്ലാവരെയും ആക്രമിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിനിടയിൽ ശിഖണ്ഡി തൻ്റെ വില്ലുയർത്തി പിടിച്ചുകൊണ്ട് കർണനെ ആക്രമിക്കാനായിട്ട് വന്നു. കർണൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. കർണൻ ശിഖണ്ഡിയെ ആക്രമിച്ച് ശിഖണ്ഡിയുടെ വില്ലും മുറിച്ച് ശിഖണ്ഡിയെ അവിടെ നിന്ന് ഓടിച്ചു. എന്നിട്ട് പാണ്ഡവപ്പടയെ കയറി മേയുകയായിരുന്നു. കർണൻ്റെ അസ്ത്രപ്രയോഗത്തിൽ പാണ്ഡവപ്പട ശിഥിലമായി പല ദിശകളിലേക്ക് ഓടിപ്പൊക്കൊണ്ടിരുന്ന ആ നിമിഷം, ഈ സമയം വൃഷസേനനും നകുലനുമിടയിൽ ഒരു പോരാട്ടം അരങ്ങേറുന്നുണ്ട്. പരസ്പരം വൃഷസേനനും നകുലനും ഒരടി പിറക്കോട്ട് വയ്ക്കാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അസ്ത്രങ്ങൾ എയ്യുന്നു. എന്നാൽ എയ്യുന്ന അസ്ത്രങ്ങളൊക്കെ വലിയ കണക്കുകൾക്കായിരുന്നു. അങ്ങനെ വൃഷസേനനും നകുലനും നിന്നതിനിടയിൽ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം മുറിവേൽപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി അയച്ചുകൊണ്ടിരുന്ന സമയം വീണ്ടും ധൃതരാഷ്ട്രപുത്രന്മാരുടെ സൈന്യം ഭയന്നോടുന്നത് കർണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭീമൻ തന്നെ ആയിരിക്കണം. അങ്ങനെ ധൃതരാഷ്ട്രപുത്രന്മാരുടെ സൈന്യം ഭയന്നോടുന്നത് കണ്ട കർണൻ അവരുടെ പിന്നാലെ പോയി അവരെ തിരിച്ചു കൊണ്ടുവരാൻ. ഈ ഒരു കർണൻ അവിടെ നിന്ന് പോകുന്നത് കണ്ട ഉടനെ തന്നെ മറ്റ് സെക്ഷൻ കൗരവ സൈന്യത്തിനെ കയറി നകുലൻ ആക്രമിച്ചു. ഈ സമയം തൻ്റെ പിതാവ് പോകുന്നത് കണ്ട വൃഷസേനൻ തൻ്റെ പിതാവിൻ്റെ പിന്നാലെ, അതായത് കർണൻ്റെ പിന്നാലെ വൃഷസേനനും പോയി. ഇതിനിടയിൽ സാത്യകിയും ശകുനിയും തമ്മിലൊരു പോരാട്ടമുണ്ട് കേട്ടോ. ആ പോരാട്ടത്തിൽ ശകുനി സാത്യകിയുടെ ചട്ട തകർക്കുന്നൊക്കെയുണ്ട്. തിരിച്ച് ശകുനി കിട്ടും നല്ല പണി സാത്യകിയും കൊടുക്കുന്നുണ്ട്, പട തകർത്ത് വിടുന്നുമുണ്ട്. ഭീമനുമായിട്ട് ഏറ്റുമുട്ടാൻ ദുര്യോധനൻ വരുന്നുണ്ട്. ക്ഷണനേരം കൊണ്ട് ഭീമസേനൻ ദുര്യോധനൻ്റെ രഥം തകർത്ത് ദുര്യോധനനെ അവിടെ നിന്ന് വിടുന്നുമുണ്ട്. ഈ സമയം ഇതിനിടയ്ക്ക് പലതവണ, ഒന്നിലേറെ തവണ അർജുനനും അശ്വത്ഥാമാവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ കൃഷ്ണൻ അശ്വത്ഥാമാവിനെ വധിക്കാൻ അവസരം കിട്ടിയാൽ വധിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അശ്വത്ഥാമാവിനെ വെറുതെ വിടുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു തവണ കുതിരയ്ക്ക് അസ്ത്രം ചെയ്ത് കുതിരയെ ഓടിച്ചു വിട്ടു, മറ്റൊരു തവണ
രഥത്തിൻ്റെ മർമ്മഭാഗത്ത് അസ്ത്രം ചെയ്ത് രഥം തകർത്ത് അശ്വത്ഥാമാവിനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കുന്നുണ്ട്. ഇത് അർജുനൻ ചെയ്ത തെറ്റ്. ഇമോഷൻ അടിമപ്പെട്ട അർജുനൻ ചെയ്ത തെറ്റാണ്. അതിൻ്റെ അടിയന്തര ഫലം അർജുനൻ അനുഭവിക്കുന്നുണ്ടല്ലോ. ഈ സമയം വീണ്ടും കൗരവപ്പട ഇങ്ങനെ ഭയന്നോടുന്നത് കണ്ട ദുര്യോധനൻ തൻ്റെ സർവ്വസൈന്യാധിപനായ കർണനോട് ചെന്നിട്ട് പറഞ്ഞു, കർണ, മിത്രമേ, അങ്ങ് കാണുന്നില്ലേ, പാണ്ഡവപ്പട നമ്മുടെ കൗരവപ്പടയെ കയറി ആക്രമിക്കുകയാണ്. നമ്മുടെ പട തകർത്ത് വിടുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മുടെ പട നാനാ ദിശയിലേക്ക് ഇപ്പോൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് ഈ പടയെ രക്ഷിച്ചാലും പാണ്ഡവപ്പടയെ തകർത്താലും ഇപ്പം അങ്ങ് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കർണൻ പറഞ്ഞു, മിത്രമേ ദുര്യോധന, എൻ്റെ ശക്തി കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ധനുസ് ഉയർത്തിയിട്ട് വിജയധനുസിലേക്ക് ഒരു അസ്ത്രം എടുത്ത് വെച്ച് കർണൻ മന്ത്രജപം നടത്തിയ ആ അസ്ത്രത്തെ പിന്നോട്ട് വലിച്ചു. എന്നാൽ ആ അസ്ത്രത്തിന് രൂപമാറ്റങ്ങൾ വരുന്നുണ്ട്. ആ അസ്ത്രത്തിൽ മിന്നലിൻ്റെ നിറവ്യത്യാസമുണ്ടാകുന്നുണ്ട്. ആ അസ്ത്രത്തിൻ്റെ തലയാകട്ടെ ഒരു കോടാലിയുടെ തലയുമായി മാറി. ആ അസ്ത്രം കർണൻ ആകാശത്തിലേക്ക് അയച്ചപ്പോൾ ആ അസ്ത്രം ആകാശത്തിലേക്ക് പോയി, ഒരു വിസ്ഫോടനമുണ്ടായി. ഒരു കോടാലിയുടെ രൂപത്തിലുള്ളൊരു ഊർജ്ജ സ്രോതസ് ആകാശത്തുണ്ടായി. എന്നിട്ട് ആ കോടാലി ആകാശത്ത് നിന്ന് കറങ്ങാനൊരുങ്ങി. ഇത് ഭാർഗവാസ്ത്രമായിരുന്നു. കർണന് തൻ്റെ ഗുരുനാഥനായ പരശുരാമനിൽ നിന്ന് ലഭിച്ച ഭാർഗവാസ്ത്രം. ഈ ഭാർഗവാസ്ത്രം ഇങ്ങനെ കറങ്ങിയ സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അസ്ത്രങ്ങൾ എല്ലാ ദിശകളിലേക്കും ഇങ്ങനെ പറന്നു. ആ അസ്ത്രങ്ങൾ പാണ്ഡവപ്പടയെ നല്ലതുപോലെ പ്രഹരിച്ചു കൊണ്ടിരുന്നു. ഈ അസ്ത്രങ്ങൾ കൊണ്ട് കുറേ എണ്ണം വീഴുന്നു. കുതിരകളും രഥങ്ങളുമെല്ലാം തകർന്നു വീഴുന്നു. മൊത്തത്തിൽ പാണ്ഡവപ്പടയ്ക്ക് ഒരു ഇളക്കം തട്ടുന്നു. കോടിക്കണക്കിന് അസ്ത്രങ്ങൾ ഇങ്ങനെ പറന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയം ആ അസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ, ആ അസ്ത്രത്തിൻ്റെ പ്രഹരമേറ്റിട്ട് പാഞ്ചാലരും പാണ്ഡവരും ചേതിദേശത്തിലുള്ള ആളുകളും ബോധം കെട്ട് നിലത്ത് വീണു. അതിനുശേഷം ഈ അസ്ത്രങ്ങൾ കൊണ്ട് സൃഞ്ജയരും ബോധം കെട്ട് നിലത്ത് വീഴുന്നുണ്ട്. സൃഞ്ജയദേശത്തിലെ സൈനികരും യോദ്ധാക്കളും ബോധം കെട്ട് നിലത്ത് വീഴുന്നുണ്ട്. ഇവർ വീഴുന്നതിനനുസരിച്ച് ഇവരെല്ലാവരും ആശ്രയത്തിന് വേണ്ടി വിളിച്ചത് ഒരൊറ്റ പേര് മാത്രം, മഹാരഥിയായ അർജുന, മഹാരഥിയായ അർജുന, കേശവ, മാധവ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടു ഈ ഒരു കോടാലിയുടെ രൂപത്തിലുള്ള ആ ഒരു ഊർജ്ജം അവിടെ കിടന്ന് കറങ്ങി കോടിക്കണക്കിന് അസ്ത്രങ്ങൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടുടങ്ങിയ തന്നെ അർജുനൻ പറഞ്ഞു, അല്ലയോ കേശവ, ഭാർഗവാസ്ത്രമാണ് ആ തൊടുത്തേക്കുന്നത്. ആ അസ്ത്രം തടയാൻ ഒരു മാർഗവുമില്ല. കോടിക്കണക്കിന് അസ്ത്രങ്ങളാണ് ഭാർഗവാസ്ത്രത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ അസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയത്തില്ല. എൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടാൽ ഈ യുദ്ധം ജയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ ഇങ്ങനെ ചോദിക്കുവാണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ കൃഷ്ണന് യുധിഷ്ഠിരനെ പോയി കാണണമെന്നുണ്ടായിരുന്നു. കാരണം കൃഷ്ണൻ അറിയായിരുന്നു യുധിഷ്ഠിരന് നല്ലതുപോലെ മുറിവേറ്റിട്ടുണ്ടെന്ന്. പക്ഷേ കർണൻ ക്ഷീണിതനായിട്ട് പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇനി അതുവരെ വെയിറ്റ് ചെയ്താൽ ശരിയാവത്തില്ല. കാരണം ഭാർഗവാസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ യുധിഷ്ഠിരൻ മരിച്ചു പോയോ എന്നുള്ളൊരു ചിന്ത അർജുനന് കയറിക്കൂടി. അപ്പോൾ ഈ ഒരു സമയത്ത് യുധിഷ്ഠിരൻ്റെ സുരക്ഷ ഉറപ്പുവരുന്നതായിരിക്കും നല്ലതെന്ന് കൃഷ്ണന് തോന്നി. ശ്രീകൃഷ്ണസ്വാമി പറഞ്ഞു, അർജുന, നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ സുരക്ഷിതനാണോ എന്ന് പോയി നോക്കാം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നമുക്ക് വന്ന് കർണനെ വധിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ തൻ്റെ തേര് തെളിച്ചു. യുധിഷ്ഠിരനെ എങ്ങും കാണുന്നില്ല. ഉടനെ അർജുനൻ പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠൻ്റെ അടുത്തോട്ട് രഥം കൊണ്ടുപോയി നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകൃഷ്ണൻ രഥം ഭീമസേനൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഭീമസേനനോട് അർജുനൻ ചോദിച്ചു, ചേട്ടാ, യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ എന്തിയേ? ഇത് കേട്ടുടനെ അവിടെ പോരാടിക്കൊണ്ടിരിക്കവേ ഭീമസേനൻ അർജുനനോട് പറഞ്ഞു, അർജുന, യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ്റെ ദേഹത്തേക്ക് അസ്ത്രങ്ങൾ തുളച്ചു കയറി ഒരുപാട് മാരകമായിട്ടുള്ള മുറിവുകളാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്കറിയാൻ വയ്യ മോനെ, ജ്യേഷ്ഠൻ ജീവനോടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ഭയന്നിട്ട് അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠ, എത്രയും പെട്ടെന്ന് അങ്ങ് പോയി യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ സുരക്ഷിതനാണോ നോക്കി. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ശിബിരത്തിലേക്കായിരിക്കും പോയത്. ശിബിരത്തിലേക്ക് പോയി നോക്കിയാലും അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് വന്നാലും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇവരെ എല്ലാം നേരിടാം എന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ഭീമസേനൻ പറഞ്ഞു, അർജുന, എനിക്ക് ഈ യുദ്ധഭൂമിയിൽ നിന്ന് ഇപ്പോൾ മാറാൻ പറ്റത്തില്ല. കാരണം മറ്റുള്ളവരെല്ലാവരും കൂടെ യുധിഷ്ഠിരനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന സമയം കൗരവപ്പടയായിട്ട് പോരാടിക്കൊണ്ടിരുന്നത് ഈ പാവപ്പെട്ടവനാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീമസേനൻ പറഞ്ഞു, ഇല്ല അർജുന, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ശരിയാവത്തില്ല. ഈ സമയം ഞാൻ ഇവിടെ നിന്ന് പോയാൽ എല്ലാവരും പറയും ഭീമസേനൻ ഭയന്നിട്ടാണ് യുദ്ധഭൂമിയിൽ നിന്ന് പോയതെന്ന്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അത് കേട്ട അർജുനൻ കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, ജ്യേഷ്ഠ, അത് നോക്ക്, അവശേഷിക്കുന്ന സംശപ്തകന്മാരെല്ലാവരും വ്യൂഹം കെട്ടി എന്നെ നേരിടാനായി തയ്യാറായി നിൽക്കുക. അവരെ വധിക്കാതെ എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഇത് നേരിടാതെ എനിക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സംശപ്തകന്മാരെ ഭീമനെന്ന് നോക്കിയിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന്മാരെ കാര്യം ഞാനേറ്റ്.
ഇന്ന് സംശപ്തകന്മാർ നിന്നെയല്ല എന്നെയാണ് നേരിടാൻ പോകുന്നത്. എൻ്റെ കയ്യൂക്കൊണ്ട് അവന്മാരെ അത്രയും ഞാൻ ഇടിച്ച് നിരത്തുന്നതായിരിക്കും. എന്നെ കടന്ന് ഒറ്റ ഒരുത്തൻ അങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. നീ ജ്യേഷ്ഠൻ്റെ കാര്യം പോയി ഉറപ്പ് വരുത്തിയിട്ട് വരാൻ പറഞ്ഞു. ഭീമസേനൻ കൊടുത്ത ഈ ഉറപ്പ് അത് കേട്ടുടനെ അർജുനൻ അങ്ങോട്ട് നിന്ന് പോകാനിറങ്ങി. പോകുന്നതിന് മുൻപ് കൃഷ്ണൻ ഭീമസേനൻ്റെ അടുത്ത് രഥം കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഭീമൻ ജ്യേഷ്ഠ, അങ്ങീ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. എല്ലാ എണ്ണത്തിനും തീർത്തേക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണൻ അർജുനനെയും കൊണ്ട് ശിബിരത്തിലേക്ക് പോയി. ഇവർ രണ്ടുപേരും കൂടെ യുധിഷ്ഠിരൻ്റെ ഈ ശിബിരത്തിലേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച, വേദന കൊണ്ട് യുധിഷ്ഠിരൻ കട്ടിലോട്ടങ്ങ് വീഴുന്നതാണ്. ദേഹം മുഴുവനും മുറിഞ്ഞിരിപ്പുണ്ട്. ഇത് കണ്ട അർജുനൻ ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് ചെന്നു. അർജുനനും ശ്രീകൃഷ്ണസ്വാമിയും കൂടെ യുധിഷ്ഠിരനെ വണങ്ങി. കാരണം യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണസ്വാമിയെക്കാട്ടി മൂത്തയാളാണല്ലോ. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റ് അദ്ദേഹം കൊടുത്തതാണ്. അപ്പം അങ്ങനെ വണങ്ങി അർജുനനെ മുന്നിൽ കണ്ടുടനെ യുധിഷ്ഠിരൻ കട്ടിലിൽ നിന്ന് പതുക്കെ എണീച്ചു. മോനെ, എൻ്റെ വലിയ ദുഃഖമാണടാ നീ തീർത്തത്. കർണനെ നീ വധിച്ചുവല്ലോ, എനിക്ക് സന്തോഷമായി. എൻ്റെ ചട്ട തകർത്ത് എന്നെ അപമാനിച്ച് ദുഃഖകരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അവൻ എന്നെ മുറിവേൽപ്പിച്ചിട്ടാണ് അവൻ ആ യുദ്ധഭൂമിയിൽ നിന്ന് എന്നെ ഓടിച്ചത്. ഭീമസേനൻ്റെ കയ്യൂക്ക് കൊണ്ടാണ് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. എന്തായാലും നീ അവനെ വധിച്ചല്ലോ, അതൊരു വലിയ ഭാഗ്യമായി. എന്തായാലും അവനെ വധിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പട സുരക്ഷിതവുമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അർജുനൻ്റെ മുഖത്തെ വികാരമായി, ഇത് സത്യം പറഞ്ഞാൽ 2-3 പേജ് വരുന്നുണ്ട് കേട്ടോ യുധിഷ്ഠിരൻ്റെ സംഭാഷണം. അപ്പോൾ ഇത് കേട്ടുടനെ അർജുനൻ്റെ മുഖത്ത് കൃഷ്ണൻ്റെ മുഖത്തും വികാരമാറ്റങ്ങളൊന്നും ഇല്ലാതെ കണ്ട യുധിഷ്ഠിരൻ പതുക്കെ അർജുനൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അർജുന, നീ കർണനെ കാലപുരിയിലേക്ക് അയച്ചില്ലേ എന്ന് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, അവിടെ ഇങ്ങനെയെല്ലാം പോരാട്ടങ്ങൾ സംഭവിച്ചു, ഭീമൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഭാർഗവാസ്ത്രം തൊടുത്തപ്പോൾ അങ്ങയുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് ഞാൻ പാഞ്ഞു വന്നതാ. ഇനി അങ്ങ് അവിടെ വന്ന് ഇരിക്കുമോ? ഞാൻ കർണനെ വധിക്കുന്നത് അങ്ങേക്ക് കാണാം. ദയവ് ചെയ്ത് അങ്ങ് വന്നിരിക്കണം. ഞാൻ കർണനെ വധിക്കുന്നത് അങ്ങേക്ക് കാണാം എന്ന് പറഞ്ഞു. ഇത് 2 തവണ പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ഇന്നേ വരെ പെരുമാറാത്ത രീതിക്കെന്ന് പെരുമാറി. എന്ത്? അവൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ? എടാ ദുഷ്ട, എന്തിരുന്നിട്ടടാ നീ എന്നിട്ട് എൻ്റെ മുന്നിൽ വന്നത്? ഞാൻ വിചാരിച്ചു അവനെ നീ കാലപുരിയിലേക്ക് അയച്ചിട്ടാണ് എൻ്റെ മുന്നിലേക്ക് വന്നതെന്ന്. എന്നിട്ട് ഇവിടെ വന്നതെന്ന് അവൻ സംസാരിക്കുന്നു. എടാ, നീ ജനിച്ച സമയത്ത് അശരീരികൾ കേട്ടായിരുന്നു നീ വലിയ യോദ്ധാവാണ്, മറ്റതാണ് മറിച്ചതാണെന്ന്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ സത്യമാണെന്ന്. സത്യമാണെങ്കിൽ നീ അവനെ വധിക്കേണ്ടതല്ലേ? അവനെ വധിക്കാതെ എന്തുകൊണ്ട് വന്നു? എൻ്റെ പട എത്രയും മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നീ എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിലെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുക. നിന്റെ കയ്യിലെ ഗാന്ധീവം കൃഷ്ണൻ്റെ കയ്യിൽ കൊടു. എന്നിട്ട് നീ സാരഥിയായിട്ടിരി. ചിലപ്പോൾ നേരത്തെ കാര്യം നടക്കും. അല്ലെങ്കിൽ ഈ ഗാന്ധീവം വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊറാന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ അർജുനൻ അങ്ങാട്ട് ക്രോധവും വിഷമവും ഒരുമിച്ച് വന്നിട്ട് യുധിഷ്ഠിരൻ ജ്യേഷ്ഠ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ്റെ ഉറയിൽ നിന്ന് വാൾ ഊരിക്കൊണ്ട് അർജുനൻ അടുത്തോട്ട് വന്നു. ഉടനെ തന്നെ കൃഷ്ണൻ അർജുനൻ്റെ കയ്യിലേക്ക് പിടിച്ച് വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കൃഷ്ണൻ അർജുനൻ്റെ മുന്നിൽ വന്നിട്ട്, അർജുന, നീ എന്തായി കാണിച്ചത്? നിൻ്റെ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ വെച്ച് നീ വാൾ ഊരിയോ? എന്തിനാ നീ വാൾ ഊരിയത് എന്ന് ചോദിച്ചു. ഇത് കേട്ടുടനെ അർജുനൻ പറഞ്ഞു, അല്ലയോ മാധവ, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത് കേട്ടില്ലേ? എൻ്റെ ഗാന്ധീപം വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ ഞാനൊരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. എൻ്റെ ഗാന്ധീപം വേറെ ആരോടെങ്കിലും കൊടുക്കാൻ പറഞ്ഞാലോ, എൻ്റെ ആയുധത്തെ അപമാനിച്ചാലോ അവനെ ഞാൻ വധിക്കുമെന്ന്. എൻ്റെ ആ പ്രതിജ്ഞ ശരിയായിട്ട് വരണമെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ വധിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് അർജുനൻ പറഞ്ഞു. ഈ സമയം കൃഷ്ണൻ ഒരുപാട് അർജുനനോട് സംസാരിച്ചു. അർജുനൻ്റെ ബോധം വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ചെയ്യാൻ പോയത് ശരിയല്ല. വരൂ, നമുക്ക് യുദ്ധം ചെയ്യാനുള്ളതാണ്. ജ്യേഷ്ഠനോട് പോയി പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അർജുനൻ കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ സത്യപ്രതിജ്ഞ എടുത്തു പോയില്ലേ മാധവ, എനിക്കിനി ജ്യേഷ്ഠനെ വധിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാതെ എങ്ങനെ ഞാൻ സത്യപ്രതിജ്ഞ നിലനിർത്തും എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളാണല്ലോ. എന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, ഈ ലോകത്തിൽ ഒരാൾക്ക് അപമാനമുണ്ടായാൽ അത് മരണത്തിന് തുല്യമാണെന്ന്. അതുപോലെ തന്നെ മുതിർന്ന ഒരാളെ അദ്ദേഹം അങ്ങ്, അവിടുന്ന് എന്നെല്ലാം വിളിക്കുന്നതിന് പകരം നീ എന്ന് വിളിച്ചാൽ അത് അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അപമാനങ്ങളിലൊന്നാണ്. നിൻ്റെ മുഖതാവിൽ നിന്ന് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ അങ്ങനത്തെ വാക്ക് കേട്ടാൽ അത് അദ്ദേഹത്തിന് മരണതുല്യമാണ്. ചെന്നങ്ങനെ സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. കൃഷ്ണൻ ഐഡിയ പറഞ്ഞു കൊടുത്തു. അർജുനനകത്ത് കയറിയിട്ട് പറഞ്ഞു, യുധിഷ്ഠിര, നീ ഞാൻ പറയുന്ന കേട്ടോ. യുധിഷ്ഠിരൻ പതുക്കെ എന്നും പറഞ്ഞ് എണീച്ചു. നീ മേല എൻ്റെ ആയുധത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും കുറ്റം പറയരുത്.
ഈ യുദ്ധം തുടങ്ങി അന്ന് തൊട്ട് നിന്നെ സംരക്ഷിക്കാനായിട്ട് ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും നിൻ്റെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ ഭീമനാകട്ടെ, ഭീമനെ ജ്യേഷ്ഠനെന്നും ബഹുമാനിച്ചും പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ ഭീമനാകട്ടെ യുവരാജാവായിട്ട് പോലും പടയുടെ മുന്നിൽ നിന്നാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. നീ സംസാരിച്ചതുപോലെയൊക്കെ സംസാരിക്കാൻ യോഗ്യൻ എൻ്റെ ജ്യേഷ്ഠൻ മാത്രമാണ്. നീ എന്നോടോ എൻ്റെ ജ്യേഷ്ഠനോടോ ഇതുപോലെ സംസാരിക്കരുത് യുധിഷ്ഠിര എന്ന് അർജുനൻ പറഞ്ഞു. നീ പറഞ്ഞതിൻ്റെ ഒരു അംശമെങ്കിലും എന്നോട് പറയാൻ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ഒരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അതെൻ്റെ ജ്യേഷ്ഠൻ ഭീമസേനൻ മാത്രമാണ്. അദ്ദേഹം അതിനും വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ളൂ. നീ എന്താ ചെയ്തേ? നിന്നെ നമ്മളൊക്കെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ എന്നും പറഞ്ഞ് അർജുനൻ ഇട്ടങ്ങാലാക്കി. ഇത്രയും പറഞ്ഞിട്ട് അർജുനൻ കണ്ണു നിറഞ്ഞ് പുറത്തോട്ടിറങ്ങി വന്നിട്ട് വീണ്ടും വാളൂരി. കൃഷ്ണൻ നോക്കിയപ്പോൾ അതാ വീണ്ടും വാളൂരുന്നു. ഇവനിത് എന്തിൻ്റെ പ്രശ്നം എന്നും പറഞ്ഞ് കൃഷ്ണൻ അടുത്തോട്ട് വന്ന്, ഇപ്പം എന്തിനാണാവോ വാളൂരുന്നേ? ഞാനിനി എൻ്റെ ജ്യേഷ്ഠനെ ഇത്രയും അപമാനിച്ചിട്ട് ഞാൻ ജീവനോടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ മാധവ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ അത് കേട്ടോടനെ കൃഷ്ണൻ, അതിനും പരിഹാരമുണ്ട്. ഇപ്പം നിൻ്റെ ജ്യേഷ്ഠനെ അപമാനിച്ചത് കൊണ്ട് നിന്നെ വധിക്കണമെന്ന് തന്നെയല്ലേ നീ പറയുന്നത്? സ്വയം അങ്ങോട്ട് അകത്ത് നിന്ന് ആത്മപ്രശംസ ചെയ്താൽ മതി. ഈ ലോകത്തിൽ ഒരുവൻ ആത്മപ്രശംസ ചെയ്താൽ അത് അവനെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. ചെന്ന് ആത്മപ്രശംസ ചെയ്യാൻ പറഞ്ഞു. അർജുനൻ ചെന്നിട്ട് അങ്ങ് ആത്മപ്രശംസ ചെയ്ത് തുരുതുര അങ്ങോട്ട് ആത്മപ്രശംസ ചെയ്തതിന് ശേഷം യുധിഷ്ഠിരൻ്റെ മുന്നിൽ അർജുനൻ തൊഴുതിരുന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ ജ്യേഷ്ഠാന്ന്. അപ്പോൾ കൃഷ്ണൻ വന്ന് കാര്യം പറഞ്ഞു, ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടായിരുന്നു, അവനിങ്ങനെ 2 സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, അത് സോൾവ് ആക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത സൊല്യൂഷനാണിത്, അങ്ങ് വേറൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞു കൊടുത്ത ഉപായത്തിലാണെങ്കിലും അവൻ പറഞ്ഞതിലൊക്കെ കാര്യമല്ലേ? ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഒരു രാജാവെന്നും പറഞ്ഞ്? ഇവൻ പറഞ്ഞതൊക്കെ ശരിയാ. ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കാൻ പോവുക, എനിക്ക് സിംഹാസനം വേണ്ട, ഭീമനെ രാജാവാക്കാൻ പറഞ്ഞു. അങ്ങനെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഈ ഭീമനായിരുന്നു പാണ്ഡവരുടെ മൂത്തതെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പണ്ടുക്ക് കൊണ്ടേ തീർന്നേനെ. അപ്പോൾ ഉടനെ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു, ഭീമനെ പിടിച്ച് രാജാവാക്കാനായിട്ട്. കൃഷ്ണൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു, അർജുനൻ യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു. അങ്ങനെക്ക് പൂജനീയനാണെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുടനെ തന്നെ യുധിഷ്ഠിരൻ വീണ്ടും പറഞ്ഞു, എല്ലാവരും കാണുകയാണ് അവൻ എൻ്റെ ചട്ട തകർത്തതും എന്നെ അത്രയും അപമാനിച്ചതും. അതെനിക്ക് മറക്കാനാവില്ല. അതുകൊണ്ട് നീ ആ സൂതപുത്രനെ വധിക്കണം. എൻ്റെ അപേക്ഷയായി നീ കാണണം മോനെ എന്ന് പറഞ്ഞു. നീ വധിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. എന്നെ അവൻ അപമാനിച്ചതുപോലെ ആരും അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് കർണൻ്റെ നാക്കിൻ്റെ പ്രശ്നമാണത്. അത് ഒരിക്കലും അത് കണ്ട് നമ്മളത് കണ്ട് ഇൻസ്പയർഡ് ആവരുത് കേട്ടോ. അതുപോലെയൊന്നും ആരോടും സംസാരിക്കരുത്. കർണൻ എന്തും പറഞ്ഞു പോയി. നമ്മുടെ നാക്കിനെ എപ്പോഴും കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇത് കേട്ട അർജുനൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ പേരിലും എൻ്റെ 2 സഹോദരന്മാരുടെ പേരിലും എൻ്റെ ഭീമൻ ജ്യേഷ്ഠൻ്റെ പേരിലും ഞാൻ സത്യപ്രതിജ്ഞ എടുക്കുന്നു, ഞാൻ കർണനെ വധിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട യുധിഷ്ഠിരന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സത്യപ്രതിജ്ഞ എടുത്തു, ഇനി കർണനെ വധിച്ചേ പറ്റുള്ളൂ. അത് കേട്ട ഉടനെ തന്നെ കൃഷ്ണൻ ദാരുവിനെ വിളിച്ചിട്ട് അർജുനൻ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഈ രഥത്തിൽ സജ്ജമാക്കാൻ പറഞ്ഞു. അങ്ങനെ രഥം സജ്ജമാക്കി. ആ രഥത്തിൽ അർജുനൻ കയറിയപ്പോൾ ചുറ്റിനുമുണ്ടായിരുന്ന ലോകം മുഴുവനും വിശ്വസിച്ചു അന്ന് അംഗരാജൻ കർണൻ വധിക്കപ്പെട്ടു എന്ന്. അതിനു വേണ്ടിയിട്ടുള്ള നിമിത്തങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു. അങ്ങനെ അർജുനൻ ആ രഥത്തിൽ പടയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം കർണൻ ഭീമസേനൻ്റെയും ദ്രൗപദിയുടെയും പുത്രനായ സൂതസോമനെയും അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിച്ചു. ഈ സമയം അവിടെ ഗാന്ധീവത്തിൻ്റെ ഞാണൊലി കേട്ടു. എല്ലാവരും ഭയന്ന് വിറച്ചു കൗരവർ. അവർ നോക്കിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് അർജുനൻ്റെ രഥം പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, അർജുന, പാർത്ഥ, എത്രയും പെട്ടെന്ന് കർണനെ വധിച്ചാലും. ചിരിച്ചുകൊണ്ട് അർജുനൻ അതിന് തയ്യാറായി. പാർത്ഥൻ്റെ രഥം കർണനുമായി പോരാടാൻ സജ്ജമായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം കർണൻ പാണ്ഡവപ്പടയിലെ എണ്ണമറ്റ രഥങ്ങൾ തകർത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം പാഞ്ചാലദേശത്തിലെ ആ 5 രഥോത്തമന്മാർ ആരെല്ലാം? ഉത്തമൗജസ്, യുധാമന്യു, അതുപോലെ ശിഖണ്ഡി, ജനമേജയൻ, ദൃഷ്ടദ്യുമ്നൻ, ഇവർ 5 പേരും കൂടെ അവരുടെ രഥത്തിൽ കർണനെ നേരിടുവാനായി വന്നു. അവർ കർണന് നേരെ അസ്ത്രങ്ങൾ പ്രഹരിക്കുവാനായി തുടങ്ങി. കർണൻ ആ അസ്ത്രങ്ങളെയെല്ലാം തകർത്തു വിട്ടുവെന്ന് മാത്രമല്ല, കർണൻ്റെ ശരങ്ങൾ കൊണ്ട് അവരുടെ രഥം, കൊടി, വില്ല്, അസ്ത്രങ്ങൾ ഇതെല്ലാം തകർത്തു വിടുകയും ചെയ്തു. അവരുടെ സാരഥികളെയും വധിച്ചു. എന്നിട്ട് കർണൻ അവിടെ ഉണ്ടായിരുന്ന അവരെ എല്ലാവരെയും, ആ 5 രഥോത്തമന്മാരെയും കർണൻ നല്ലതുപോലെ അസ്ത്രങ്ങൾ കൊണ്ട് പ്രഹരിക്കാനൊരുങ്ങി. ഈ സമയം വേറൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ഉപപാണ്ഡവരവിടെ വന്ന് അവരുടെ അമ്മാവന്മാരെ രക്ഷിച്ചു കൊണ്ടുപോയി.
അതായത് പാഞ്ചാലത്തിൽ നിന്ന് വന്നിട്ടുള്ള രഥോത്തമന്മാരാണല്ലോ, അപ്പോൾ ദ്രൗപദിയുടെ സഹോദരന്മാരാണല്ലോ, ആ അവരുടെ അമ്മാവന്മാരെ വന്ന് രക്ഷിച്ചു കൊണ്ടുപോയി. ഈ സമയം സാത്യകി കർണനെ കയറി ആക്രമിച്ചു. കർണനും സാത്യകിക്കുമിടയിൽ വീണ്ടും ഒരു പോരാട്ടം അരങ്ങേറി. കർണനും സാത്യകിയും പോരാടിക്കൊണ്ടിരുന്നപ്പോൾ കർണനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ കൃപാചാര്യർ പാഞ്ഞെത്തി. ഒപ്പം കൃതവർമാവും ധാർതരാഷ്ട്രന്മാരും പാഞ്ഞെത്തി. അവരും കർണൻ്റെ കൂടെ കൂടി സാത്യകിയെ ആക്രമിച്ചു. നേരത്തെ കർണൻ സാത്യകിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയം സാത്യകിയെ പരാജയപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലായി. കാരണം സാത്യകി ഒരു അവധ്യനെ പോലെ അവിടെ നിന്നുകൊണ്ട് പോരാടാനിറക്കി. ഈ സമയം സാത്യകി അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കർണനെയും മറ്റ് മഹാരഥന്മാരെയും നേരിടുന്നത് കണ്ടുടനെ നേരത്തെ ഉപപാണ്ഡവർ രക്ഷിച്ചു കൊണ്ടുപോയ ആ 5 പാഞ്ചാല രഥോത്തമന്മാർ ജനമേജയൻ, ഉത്തമൗജസ്, യുധാമന്യു, ശിഖണ്ഡി, ദൃഷ്ടദ്യുമ്നൻ ഇവരെല്ലാവരും വീണ്ടും ചട്ടകെട്ടിയ രഥങ്ങളുമായി സാത്യകിയെ സംരക്ഷിക്കുവാനായി അവിടെ വന്ന് ആ യോദ്ധാക്കളുമായി പോരാടിക്കൊണ്ടിരുന്നു. ഈ മഹാരഥന്മാർ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ പാണ്ഡവ കൗരവ പടകൾ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയം ഭീമസേനൻ അവിടെ നിന്ന് പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ഭീമസേനൻ്റെ നേരെ പാഞ്ഞെടുത്തത് ദുശാസനനായിരുന്നു. ക്രോധത്തോടുകൂടി ദുശാസനൻ ഭീമസേനന് നേരെ പാഞ്ഞെടുത്ത സമയം എല്ലാവരും ദുശാസനൻ്റെ ധൈര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു. എന്നാൽ സാക്ഷാൽ ശ്രീകൃഷ്ണനെ മനസ്സിലായി അത് ധീരതയല്ല, ഈയാമ്പറ്റ അഗ്നിയിലേക്ക് ഓടിക്കയറുന്നതാണെന്ന്. അങ്ങനെ അവർക്കിടയിൽ ഗംഭീരമായ ഒരു പോരാട്ടമുണ്ടായി. ദുശാസനനും ഭീമനും പരസ്പരം അസ്ത്രങ്ങൾ തൂകിയ സമയം അത് അമാനുഷികമായ ഒരു പോരാട്ടമായി എല്ലാവർക്കും തോന്നി. ഉടനെ തന്നെ ഭീമസേനൻ ക്ഷുരപ്രം, അതായത് വളരെ മൂർച്ച കൂടിയ ക്ഷുരപ്രം എന്ന അസ്ത്രം അയച്ചുകൊണ്ട് ദുശാസനൻ്റെ കൊടിയും വില്ലും മുറിച്ചു കളഞ്ഞു. ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഭീമൻ അടുത്തയച്ച അസ്ത്രത്തിൽ ദുശാസനൻ്റെ സാരഥിയും വധിക്കപ്പെട്ടു. അങ്ങനെ ആ രഥത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. ഉടനെ തന്നെ ദുശാസനൻ സാരഥിയെ അവിടെ നിന്ന് മാറ്റി ആ രഥത്തിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തിട്ട് പുതിയൊരു വില്ല് കയ്യിലെടുത്തു. എന്നിട്ട് രഥത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് ഭീമനോട് പോരാടാൻ തുടങ്ങി. ഈ പോരാട്ടത്തിനിടയിൽ ദുശാസനൻ ഭീമന് നേരെ ഒരസ്ത്രം അയച്ചു. ആ അസ്ത്രം പാഞ്ഞു വന്ന് ഭീമൻ്റെ വില്ല് മുറിച്ചു. വീണ്ടും ദുശാസനൻ ഭീമനും ഭീമൻ്റെ സാരഥിക്ക് നേരെ അസ്ത്രങ്ങളിങ്ങനെ എയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദുശാസനൻ ഈ രഥം തെളിച്ച് ഭീമനെ ആക്രമിച്ചു കൊണ്ടിരുന്ന സമയം വിശോകൻ്റെ ദേഹത്ത് അസ്ത്രം കൊണ്ടപ്പോഴത്തേക്കും ഭീമൻ വിശോകൻ്റെ തോളത്ത് തട്ടി രഥം നിർത്താൻ പറഞ്ഞു. ഈ സമയത്ത് ദുശാസനൻ്റെ മുഖത്ത് ഭീമനെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു ചിരി, ആ ചിരി ഭീമസേനൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആർത്തവകാലത്തിലായിരുന്ന തൻ്റെ പത്നിയായ ദ്രൗപദിയെ മുടിക്ക് കുത്തിപ്പിടിച്ച് ദുശാസനൻ ചോദ്യസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ആ സമയവും അവൻ്റെ മുഖത്ത് ഇതേ ചിരിയായിരുന്നു. ഭീമൻ്റെ കൈകാലുകൾ വിറയ്ക്കാനൊരുങ്ങി, ഭീമൻ്റെ കണ്ണ് ചുവക്കാനൊരുങ്ങി. ഭീമൻ അതെല്ലാം മനസ്സിലോർത്തു. ഭീമൻ പല്ലുറുമി തുടങ്ങി. ക്രോധം സഹിക്കാനാകാതെ ഭീമൻ ഉടനെ തന്നെ അവിടെ നിന്ന് തൻ്റെ വലിയ ഗദ കയ്യിലെടുത്തു. ആ ഭീമാകാരമായ 8 ചുറ്റി പൊന്നുകെട്ടിയ ഇരുമ്പൻ ഗദ ഭീമൻ ചുഴറ്റി ദുശാസനന് നേരെ എറിഞ്ഞു. ആ ഗദയെ ആർക്കും തടയാൻ പോലും കഴിഞ്ഞില്ല. പാഞ്ഞു വന്ന ആ ഗദ ദുശാസനൻ്റെ രഥം മാത്രമല്ല തകർത്തത്, അത് ദുശാസനൻ്റെ മാറിടത്തിൽ പതിക്കുകയും ചെയ്തു. ആ ഗദയുടെ പ്രഹരത്തിൽ 10 വില്ലുകൾ അടുക്കി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂരം, അത്രയും ദൂരത്തിലേക്ക് ദുശാസനൻ തെറിച്ചു വീണു. നിലത്ത് വീണ് ദുശാസനൻ വിറച്ചു. എണീക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അത്രത്തോളം മൂക്കിനാണ് ആ ഗദ പ്രഹരിച്ചത്. ഭീമൻ പതുക്കെ തൻ്റെ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി ഭീമൻ ദുശാസനൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ചുറ്റിനുമുള്ള ആളുകൾ ശരിക്കും ഭയന്നു. ആർക്കും ഭീമനെ തടയാൻ പോലുമുള്ള ധൈര്യമുണ്ടായില്ല. കാരണം അത്രയും ഭയാനകമായ രൗദ്രമായ ഒരു രൂപമെടുത്തുകൊണ്ടാണ് ഭീമൻ നടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ നടന്നു പോകവേ ഭീമൻ എന്തൊക്കെയോ മന്ത്രജപങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഭീമനെ ആരും തടയാതിരുന്നതിന് മറ്റൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. തൻ്റെ രഥത്തിൽ നിന്ന് ക്രോധത്തോടുകൂടി ഭീമൻ ചാടിയിറങ്ങിയ സമയം അവർക്കെല്ലാവർക്കും അവിടെ ഒരു നിമിഷം ഒരു മിന്നായം പോലെ അവരുടെ മനസ്സിൽ കാണാൻ കഴിഞ്ഞത് ഹിരണ്യകശിപുവിനെ വധിക്കുവാനായിട്ട് തൂണു പിളർന്ന് ചാടിയിറങ്ങി വന്ന നരസിംഹമൂർത്തിയായിരുന്നു. ഉഗ്രനരസിംഹത്തിൻ്റെ ഉപാസകനായിരുന്നു ഭീമനെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ സമയം ഉപാസകനും ഉപാസനാമൂർത്തിയും ഒന്നായി പോകുന്നു എന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ ഉഗ്രനരസിംഹത്തെപ്പോലെയായിരുന്നു ഭീമൻ നടന്നു വന്നുകൊണ്ടിരുന്നത്. ഭീമൻ ആ വരുന്ന വരവിൽ തനിക്കും തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ അമ്മയ്ക്കുമുണ്ടായ ദുഃഖങ്ങൾ ആദ്യം ചിന്തിച്ചു. എന്നാൽ അത് ഭീമന് ചെറുതായിട്ടൊന്ന് മറക്കാൻ കഴിഞ്ഞു. എന്നാൽ മറക്കാൻ കഴിയാത്തത് താൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച അവളുടെ നിലവിളിയായിരുന്നു. അന്ന് ചോദ്യസഭയിൽ ധർമ്മത്തിൻ്റെ പേരിൽ ജീവിക്കുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്നുള്ള രീതിക്ക് ജീവിക്കുന്ന തൻ്റെ ജ്യേഷ്ഠൻ പിടിച്ചു കെട്ടിയതുകൊണ്ടും തൻ്റെ പത്നിയെ രക്ഷിക്കാൻ കഴിയാത്ത ഭീമൻ, അന്ന് ഭീമൻ ഏങ്ങലടിച്ച് കേട്ട ദ്രൗപദിയുടെ ആ കരച്ചിൽ,
ഭീമൻ്റെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നു. ആര്യപുത്ര ഭീമ എന്നെ രക്ഷിക്കൂ, ആര്യപുത്ര ഭീമ എന്നെ രക്ഷിക്കൂ എന്ന് അലമുറയിട്ട് അവൾ വിളിച്ച ആ വിളി ഭീമന് കേൾക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയും പല മോഡേൺ ഇൻ്റർപ്രിട്ടേഷൻസിലും കാണുന്നത് പോലെയല്ല. ദ്രൗപദി ആ സമയത്ത് അവളുടെ ആർത്തവ കാലഘട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ സമയം അവൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനും പുറത്തായിരുന്നു നരാധവനായ ദുശാസനൻ്റെ ഈ ഒരു ക്രൂരപ്രവൃത്തി. ഒറ്റവസ്ത്രം ധരിച്ചിരുന്ന ദ്രൗപദിയെ വലിച്ചിഴച്ചുകൊണ്ട് ദുശാസനൻ വന്നപ്പോൾ അവൾ കരഞ്ഞ ഓരോ തുള്ളി കണ്ണുനീരും ഭീമൻ്റെ നെഞ്ചിലേക്ക് ഒരു അസ്ത്രം തറച്ചു കയറുന്നതുപോലെ തോന്നി. നേരത്തെ ദുശാസനൻ അസ്ത്രമയിച്ച് കയറിയപ്പോൾ അവനപ്പോൾ ഓർമ്മ വന്നത് അവളുടെ ചുവന്ന കണ്ണിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന കണ്ണുനീരായിരുന്നു. അതെല്ലാം കൂടെ ഭീമൻ്റെ ദേഹത്തോട്ട് ഇരച്ചു കയറിയ സമയത്ത് ക്രോധത്തോടുകൂടി ഭീമൻ തൻ്റെ ഉടവാളൂരി ദുശാസനൻ്റെ കഴുത്തിന് നേരെ ചൂണ്ടിയിട്ട് ചോദിച്ചു. വിദ്വാൻ്റെ ടെക്സ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഏത് കൈകൊണ്ടാണ് എൻ്റെ പത്നിയായ ദ്രൗപദിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചതെന്ന് ചോദിച്ചു. മരണത്തെ മുന്നിൽ കണ്ടല്ലോ, ഇനി എന്തുമാവാം, പേടിക്കേണ്ട കാര്യമില്ല, രക്ഷയില്ല എന്നുള്ള കാര്യം ദുശാസനൻ ഉറപ്പായി. ദുശാസനൻ തൻ്റെ കൈകൊണ്ട് ഭീമസേനൻ്റെ ഉടവാള് തട്ടിമാറ്റിയിട്ട് തൻ്റെ വലത്തെ കൈ നീട്ടിയിട്ട് പറഞ്ഞു, ഈ കൈയാണടാ, ഏത് കൈകൊണ്ടാണോ ഞാൻ 100 കണക്കിന് ക്ഷത്രിയന്മാരെ വധിച്ചത്, ഏത് കൈകൊണ്ടാണോ ഞാൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തത്, ഈ കൈ എൻ്റെ വലം കൈ കൊണ്ടാണ് ഞാൻ അവളെ മുടിക്ക് ചുറ്റിപ്പിടിച്ചത്. നീ എന്ത് ചെയ്യൂ എന്നെന്ന് ചോദിച്ചു. ഭീമൻ്റെ ദേഹവും മുഖവും കയ്യും കാലുമെല്ലാം ഉറയ്ക്കാനൊരുങ്ങി. പതുക്കെ ഭീമൻ്റെ മുഖം ചുണ്ടിങ്ങനെ പൊങ്ങിയ പല്ല് ഇറുമുന്നതിങ്ങനെ പുറത്ത് കണ്ടു. അത് ശരിക്കും ഒരു സിംഹം അമർന്നത് പോലെയായിരുന്നു. ആ ഒരു മുരൾച്ച ചുറ്റിനുമുള്ള ആളുകൾ കണ്ടു. ആർക്കും ഭീമൻ്റെ അടുത്ത് വന്ന് ദുശാസനെ അവിടെ നിന്ന് രക്ഷിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. കാരണം അത്രത്തോളം ഒരു ഉഗ്രരൂപം പൂണ്ടായിരുന്നു ഭീമൻ നിന്നത്. എടാ ദുഷ്ട എന്നും പറഞ്ഞ് ഭീമൻ ആ വലത്തെ കൈ പിടിച്ച് ആ വലത്തെ കൈ എടുത്ത് ആ വലത്തെ കൈ കൊണ്ട് തന്നെ ദുശാസനനെ മാറി 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 അടിച്ചു. അടികൊണ്ട് നിലവിളിച്ച ദുശാസനനെ സഹായിക്കാൻ അപ്പോഴും ആരും വന്നില്ല. എന്നിട്ട് ഭീമൻ്റെ മനസ്സിലപ്പോഴും ഭീമൻ്റെ കണ്ണിലപ്പോഴും ദ്രൗപദിയുടെ കലങ്ങിയ കണ്ണുകളാണ് വന്നത്. ആ ഒരു വിഷമത്തിൻ്റെ പുറത്ത് ഏങ്ങലടിച്ച അവളുടെ ആ ഒരു ശ്വാസം പോലും ഭീമൻ ഓർമ്മയുണ്ട്. ആ ശ്വാസത്തിൻ്റെ കണക്ക് പോലും ഭീമൻ ഓർമ്മയുണ്ട്. ആ കണക്കിനനുസരിച്ചാണ് ഭീമൻ ദുശാസനനെ മർദ്ദിക്കാൻ തുടങ്ങിയത്. അവനാദ്യം ദുശാസനൻ്റെ ചട്ട വലിച്ചു കീറാനൊരുങ്ങി. വെറും കൈകൾ കൊണ്ട് ആ ചട്ട വലിച്ചു കീറിയപ്പോൾ ചുറ്റിനുമുള്ള ആളുകൾ ആ ഭയാനകമായ ശബ്ദം കേട്ടു. ഒരു മനുഷ്യൻ മറ്റൊരുവൻ്റെ ഇരുമ്പ് ചട്ട വലിച്ചു കീറുന്നു. വലിച്ചു കീറി ഭീമൻ 2 കൈയിലായി ചട്ട എടുത്തിട്ട് അത് 2 ദിശയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ദുശാസനൻ്റെ കഴുത്തിന് പിടിച്ച് മുമ്പോട്ടിട്ടിട്ട് ദുശാസനൻ്റെ നെഞ്ചത്ത് ഭീമൻ തൻ്റെ ഉരുക്ക് മുഷ്ടികൾ കൊണ്ട് മാറി മാറി ഇടിക്കാനൊരുങ്ങി. ആ ഓരോ ഇടിയും ദ്രൗപദിയുടെ കണ്ണിൽ നിന്ന് വന്ന ഓരോ കണ്ണീരാണ്. ആ ഓരോ ഇടിയും പിൽക്കാലത്തിൽ ഈ ലോകത്തിൽ ഏതൊരു ദ്രൗപദിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ശ്രമിക്കുന്ന ദുശാസനന് വേണ്ടിയും ഒരു ഭീമസേനൻ അവതരിക്കും എന്നുള്ള ഉറപ്പോടുകൂടിയായിരുന്നു ആ ഓരോ ഇടിയും ദുശാസനൻ്റെ നെഞ്ചിലോട്ട് ഇടിച്ചിറങ്ങിക്കൊണ്ടിരുന്നത്. ഘോരവും പൈശാചികവും കണ്ടു നിൽക്കുന്നവർക്ക് ഭയം തോന്നുന്നതുമായ ഭീമൻ്റെ ആ സത്യപ്രതിജ്ഞ, ദുശാസനൻ്റെ ചുടുനിണം ഭീമൻ പാനം ചെയ്യുമെന്നുള്ള സത്യപ്രതിജ്ഞ, അത് ഭീമൻ പാലിച്ചു. ഭീമൻ പാനം ചെയ്തു. ഭീമൻ ഉറക്കെ നിന്ന് അലറിയ സമയം, ആ സമയം ചുറ്റിനു നിന്ന ആളുകൾ ഭയന്ന് പുറക്കോട്ട് പോയി. ഭീമൻ അവിടെ നിന്നുകൊണ്ട് ഉദ്ദണ്ഡ നരസിംഹത്തെപ്പോലെ അവിടെ നിന്ന് അലറാൻ തുടങ്ങി. ആളുകൾ നോക്കുമ്പോൾ യുദ്ധഭൂമിയുടെ നടുക്ക് ഒരൊറ്റയാൻ, ആ ഒറ്റയാൻ്റെ താഴെയാകട്ടെ ചലനമറ്റ് കിടക്കുന്നൊരു ശരീരം. എന്നിട്ട് അവിടെ നിന്ന് ഭീമൻ അലറുന്ന ആ രൂപം ആളുകൾ നോക്കിയപ്പോൾ ചുവന്ന നിറമുള്ള കുളത്തിൽ മുങ്ങി എണീക്കുന്ന ഒരുവനെ പോലെ തോന്നി. വസ്ത്രം, കവചം, കാപ്പുകൾ, ആയുധം, വാളിൻ്റെ ഉറ, മുടി, മീശ, താടി, മുഖം ഇതെല്ലാം ചുവന്നിരിക്കുന്നു. എന്നിട്ട് ആ ചുവന്ന രൂപത്തിൽ ഭീമൻ കൗരവപ്പടയെ നോക്കി. ഭീമന് കാണാൻ കഴിഞ്ഞ എന്താണെന്നറിയോ? ഒരു കൂട്ടം പടയാളികൾ അവിടെ ബോധക്ഷയം വന്ന് വീണു. ചില ക്ഷത്രിയർ യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു. ചില ക്ഷത്രിയരുടെ കയ്യിൽ നിന്ന് അവരുടെ ആയുധങ്ങൾ വഴുതി വീണു. അംഗരാജൻ കർണനും അശ്വത്ഥാമാവും എല്ലാം പകച്ചു നിൽക്കുന്നു. ഈയൊരു സംഭവം ദുര്യോധനനെയും പിടിച്ചു കുലുക്കി. ഒരു വികാരമില്ലാത്തൊരവസ്ഥയിലായി ദുര്യോധനൻ. കാരണം ഭീമനിത് ചെയ്തു കളയുമെന്നൊന്നും ദുര്യോധനൻ വിചാരിച്ചില്ല. ഭീമൻ എന്നിട്ട് പറഞ്ഞു, പശുക്കൾ ഇങ്ങനെയല്ലേടാ നീയെല്ലാം കൂടെ അന്ന് ചൂതുസഭയിൽ വെച്ച് എന്നെയും എൻ്റെ അനിയന്മാരെയും വിളിച്ചത്? അത് പറഞ്ഞവനതാ തീർത്തിട്ടേക്കുന്നു. ഇനിയും വിളി, ധൈര്യമുള്ളവന്മാർ ഇനിയും വിളിക്കടാ എന്നും പറഞ്ഞ് ഭീമൻ തൻ്റെ വലത്തേക്കാലു പൊക്കി ഭൂമിയിൽ ചവിട്ടി എല്ലാം നശിപ്പിക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ച രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അത് ശരിക്കും മനുഷ്യനായിരുന്നോ അതോ ഹിരണ്യകശിപുവിനെ വധിച്ച ജ്വാലാ നരസിംഹത്തിൻ്റെ മറ്റൊരു രൂപമായിരുന്നോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോയി. ഭീമൻ തൻ്റെ നരസിംഹയജ്ഞം പൂർത്തിയാക്കി.
എന്നിട്ട് ഭീമൻ നോക്കിയപ്പോൾ പരിചിതമായിട്ടുള്ള ആ രഥചക്രത്തിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അനുജനെയും തൻ്റെ കസിൻ ബ്രദറായ കൃഷ്ണനെയും കണ്ടു. അടുത്ത് ചെന്നിട്ട് ഭീമൻ പറഞ്ഞു, അനുജ, അർജുന, വാസുദേവ, കൃഷ്ണ, ഞാൻ ചെയ്യുമെന്നും പറഞ്ഞ ഒരു സത്യപ്രതിജ്ഞ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും കൂടെ ബാക്കി എന്നും പറഞ്ഞ് ദുര്യോധനനെ നോക്കി. കൃഷ്ണാർജുനന്മാർ ഒന്നും മിണ്ടിയില്ല. അത്രത്തോളം ഭയാനകമായ കാഴ്ച. ഭീമൻ്റെ ഈ ഒരു ക്രിയ അത് കണ്ടു നിന്ന കൗരവപക്ഷത്തിലെ ക്ഷത്രിയർ മാത്രമല്ല ഭയപ്പെട്ടത്, കൗരവപക്ഷത്തിലുണ്ടായിരുന്ന പല മഹാരഥന്മാരും ഭയപ്പെട്ടുപോയി. അവർ മരവിച്ച ഒരവസ്ഥയിലെത്തിപ്പോയി. 17-ാം നാളിൽ ഭീമൻ ദ്രൗപദിയുടെ കോപാഗ്നിയുടെ പ്രത്യക്ഷ രൂപമായി മാറിക്കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയെ ഉറപ്പിക്കുകയും ചെയ്തു. ഇതുവരെ ഈ എപ്പിസോഡ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ